അപ്പോൾ ഓരോന്നിനും ഓരോരോ പ്രത്യേകത. ഞാൻ വല്യമ്മള്ള കാലത്തെ ഒരു കഞ്ഞി കുടിക്കും. ഒരു ദിവസം കഞ്ഞി കുടിക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ ദുബായിലുള്ള മകളും കുട്ടികളുണ്ട്. അവർ വന്നിട്ടുണ്ട് 40 ദിവസത്തെ ലീവിന്. 10 ദിവസം എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ ചെറിയ 3 മക്കൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ഉപ്പപ്പ എന്താ കുടിക്കണമെന്ന്. ഇത് കഞ്ഞിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇന്നൊരു ഒരു ഇൻസൾട്ടാക്കിയാൽ കഞ്ഞിയാണ്. ഞാൻ ഓലടിയിൽ ഒരു കഞ്ഞിയായി. എനിക്കൊരു വാശി വന്നു, ഇവരെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ഞാൻ പിറ്റേ ദിവസം കോഴിക്കോട് പോകുമ്പോൾ ചെറിയ അരി വാങ്ങി. കോഴിക്കോടിന് നെല്ലുത്തേരിൻ്റെ ചെറുത് കിട്ടും. ആ ചെറിയ അരി വാങ്ങിയിട്ട് ഭാര്യൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ നമ്മളെ വിറക് വെച്ച അടുപ്പിൽ വെക്കണ്ട, ഇത് നമ്മളെ കുക്കറിൽ വെച്ച് വേവിക്കാൻ പറഞ്ഞു. കുക്കറിൽ വെച്ചിട്ട് ചെറിയ അരിൻ്റെ കഞ്ഞി വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പായസം മാതിരി. അപ്പോൾ ആരെങ്കിലും വിരുന്ന് വന്നാൽ കൊടുക്കുന്ന ജ്യൂസ് ഗ്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 5 ജ്യൂസ് ഗ്ലാസ്സിലാക്കാം. ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ കഞ്ഞി വയ്ക്കുക. എന്നിട്ടോ ആ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, അതിനെന്താ പറയുക, നിങ്ങൾക്ക് സാധനം മനസ്സിലായില്ലേ, എന്നാൽ മതി. ആ സാധനം അതിലിട്ട് ഞാൻ കഞ്ഞി കുടിക്കാതിരുന്നു.